അയ്യോ, ഇത് എന്തു പറ്റി ശിവാനി? മുഴുവൻ പാച്ച് വർക്കാണല്ലോ. ശിവാനി, ദേഹമൊക്കെ എങ്ങനെ മുറിഞ്ഞത്? വല്ല ആക്സിഡന്റ്? ഒരൊറ്റ വീക്ക് വെച്ചെന്നല്ലോ. ആ, ഇത് തന്നെയായിരിക്കും കാരണം. വീട്ടിൽ കാണിക്കുന്ന ഈ പരിപാടി റോഡിൽ ഇറങ്ങി കാണിച്ചാണ്. ആരെങ്കിലും കാര്യമായിട്ട് പെരുമാറിയിട്ടുണ്ടാവും. നീ കൂടുതൽ കിടന്ന് അഭിനയിക്കല്ലേ? എനിക്ക് മനസ്സിലാവുന്നുണ്ടല്ലോ. കാത്തിരുന്നോ? ഇനി അധികകാലം രണ്ടെണ്ണം ഇവിടെ സുഖിച്ച് വാഴാന്ന് കരുതണ്ട. പുകച്ച് പുറത്തു ചാടിക്കും ഞാൻ. വണ്ടി കൊണ്ടുവന്ന് വട്ടം വെക്കുന്നോടാ. ഒരു വഴിക്ക് പോകാൻ ഇറങ്ങുമ്പോ മറ്റൊരാൾ മാർഗതടസ്സം സൃഷ്ടിച്ച് വട്ടം ചുറ്റി നിന്നപ്പോ പെട്ടെന്നങ്ങ് കോപം വന്നല്ലോ CKCക്ക്. അപ്പൊ പിന്നെ സ്വാഭാവികമായിട്ടും എന്റെ വഴിയിലെ തടസ്സമായിട്ട് നിങ്ങൾ കയറി നിന്നാൽ അല്പം കോപമൊക്കെ വരും. വളച്ചുകെട്ടിൽ കൊള്ളാം, വിഷയം ബോധ്യമാക്കി തന്നല്ലോ. പക്ഷേ ഒന്ന് വീണ്ടും പറഞ്ഞേക്കാം, ആ സോമശേഖരന്റെ മണ്ണ് സ്വന്തമാക്കാമെന്ന ഉദ്ദേശം ഉണ്ടെങ്കിൽ ഗൗതം അതങ്ങ് ഉപേക്ഷിച്ചേക്കും. ആ വഴിയിൽ ഇനി ഒരടി മുന്നോട്ട് പോകാൻ നിങ്ങൾക്കാവില്ല. ഞാൻ എന്ന തടസ്സം അവിടെ വീണ് കഴിഞ്ഞു. നോക്ക്, ഇത് ബിസിനസ് അല്ല. അനാഥരായ ആൾക്കാർക്ക് അഭയം കൊടുക്കാൻ വേണ്ടി ഞാനും ഗൗതവും കൂടി തുടങ്ങുന്ന സ്ഥാപനോ. ദയവേത് അതിന് തടസ്സം നിൽക്കരുത്. മര്യാദയുടെ ഭാഷയിലൊന്ന് പറഞ്ഞേക്കാന്ന് കരുതിയാ ഞങ്ങൾ വന്നത്. വേണമെങ്കിൽ ഒരു അപേക്ഷയായിട്ട് തന്നെ കരുതിയാലും പ്രശ്നമില്ല. ദയവ് ചെയ്ത് ആ പ്രോപ്പർട്ടി വാങ്ങുന്നതിൽ നിന്നും നിങ്ങൾ പിന്മാറണം. നോക്ക് ഗൗതം, നീ ഒരു ബിസിനസ്മാനാണ്. കച്ചവടത്തിന്റെ കണക്ക് പറഞ്ഞ് ബോധ്യപ്പെടുത്തേണ്ട ആവശ്യമില്ല.